ഈ ട്രാക്ക് ഒരു 12 years ബാക്ക് സുഷിൻ ക്രിയേറ്റ് ചെയ്താണ്. അതാണ് ഒരു ബേസിക്കലി ഒരു സോങ്ങിന് അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഒരു ഫിലിം ആണെങ്കിൽ യു വാണ്ട് ടു റിലീസ് ടുമോറോ, നാളെ ഇറക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ബ്രാൻഡ് ആണെങ്കിൽ ഓ മൈ ഗോഡ് ഇത് ഇപ്പൊ ഇറക്കണം, ഡെഡ് ലൈൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇതിൽ അങ്ങനെ ഡെഡ് ലൈൻസ് ഒന്നുമില്ല. പിന്നെ സുഷിൻ തന്നെയാണ് പ്രൊഡ്യൂസർ. സോ സ്ഥിരം ചെയ്യുന്ന പരിപാടി. ഇപ്പൊ ജിത്തുവിന്റെ പടത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു എഡിറ്റ് തന്ന അതിന്റെ മുകളിൽ ഇലുമിനാറ്റോ അർമാദോ എന്തെങ്കിലും ഒരു ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്ഥിരം പാറ്റേൺ. എനിക്ക് ഓൾഡ് സോങ് കേട്ടപ്പോ എനിക്ക് വർക്കാണ്. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓ കൊള്ളാം. അങ്ങനെയാണ് ആ പാട്ട് വന്ന വഴി. ഒരു പുത്തൻ ആൽബമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. റേ ഓഫ് ഹാപ്പിനെസ്, റേ ഓഫ് സൺഷൈൻ എന്നൊക്കെ പറയുന്നത് പോലെ റേ ഓഫ് മൾട്ടിപ്പിൾ ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് ക്രിയേറ്റേഴ്സ് ആണ്. ദി അമേസിംഗ്ലി ടാലന്റഡ് വിമൽ ചന്ദ്രൻ ആൻഡ് വെറുതെ പറയുന്ന മകനെ മടങ്ങി വരൂ എന്ന് പറയുന്ന സുഷിൻ ശ്യാം. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. എന്ത് തോന്നുന്നു റേയുടെ ഒരു റിസെപ്ഷൻ ഒക്കെ കാണുമ്പോൾ? മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ഡസ് ദാറ്റ് ഫീൽ? ഇത് എന്നെ നോക്കുന്ന അങ്ങോട്ട് പറ. എനിക്ക് പ്രത്യേകിച്ച് നല്ല ഫീലിംഗ്. കാരണം ഞാൻ കുറച്ചു കാലത്തിന് ശേഷം ഇൻഡിപെൻഡന്റ് സീൻ ഒന്നും കൂടെ, ഇൻഡിപെൻഡന്റിലാണ് ഞാൻ ആദ്യം വന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ആദ്യമേ സിനിമ ചെയ്ത് വന്നതാണ്. ഐ ഹാഡ് മൈ ബാൻഡ് ആൻഡ് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ബ്രേക്ക് കിട്ടിയപ്പം ലൈക്ക് ആ ഒരു റേയിലോട്ട് തിരിച്ച് വന്ന് അതൊന്ന് ഡിസ്കവർ ചെയ്തപ്പം ഒരു നൈസ് ഫീലിംഗ് ഉണ്ട്. ആൻഡ് ദ റിസപ്ഷൻ ഇസ് ഗുഡ്. ഒരു ഓർഗാനിക്കലി അത് കാണുമ്പം രസമുണ്ട്. ആൾക്കാരെ എല്ലാവരും ചെറിയൊരു ടൈം ക്യാപ്സ്യൂൾ പരിപാടിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം രസമുണ്ട്. ലൈക്ക് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ദെയർ ചൈൽഡ്ഹുഡ്. അതാണ് ഒരു ബേസിക്കലി ഒരു സോങ്ങിന് അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പൊ എങ്ങനെയാണ് വിമലിന് എങ്ങനെയാണ് ആ ഒരു റിസപ്ഷൻ ഒക്കെ കേൾക്കുമ്പോൾ? എനിക്കും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ മീൻ ഭയങ്കര ഓർഗാനിക് ആയിട്ട് നമ്മളങ്ങനെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുവരെ. സോ ഒരു ഓർഗാനിക് ആയ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യലും എല്ലാവരും അവരുടെ ഒരു ഇൻപുട്സ് പറയലും കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മള് വിചാരിച്ച പോലെ തന്നെ. പിന്നെ എല്ലാവർക്കും വിഷ്വൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത്. സോ വെരി ഹാപ്പി. വിഷ്വൽസിനെ കുറിച്ച് പറയുമ്പോൾ മ്യൂസിക്കും രണ്ടും ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെ. അപ്പം ഇതിന്റെ ഒരു പ്രോസസ് ഒന്ന് അറിയണം. കാരണം മ്യൂസിക് ഉണ്ടായിട്ടാണോ വിഷ്വൽസ് വന്നത്, വിഷ്വൽസിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തത്? ഇത് ഈ ട്രാക്ക് ഒരു 12 years ബാക്ക് സുഷിൻ ക്രിയേറ്റ് ചെയ്താണ്. സോ ആക്ച്വലി ഒരു പഴയ ട്രാക്കാ. ലൈക്ക് ഞാൻ പണ്ടൊരു അണ്ടർ ദ ആപ്പിൾ ട്രീ എന്നുള്ളൊരു വർക്കിംഗ് ടൈറ്റില് ഒരു ആൽബം അണ്ടർ ദ ആപ്പിൾ ട്രീ. അപ്പൊ അങ്ങനെ ഒരു വർക്കിംഗ് ടൈറ്റിൽ ഞാൻ പണ്ട് ഒരു 10 പാട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സോങ് ഈ ലൈറ്റ് ഇൻ യുവർ ഐസ് എന്ന് പറഞ്ഞൊരു ട്രാക്കായിരുന്നു. അതാണ് ഇപ്പൊ റേ ആയത്. അപ്പൊ അതൊരു ഇംഗ്ലീഷ് ട്രാക്കായിരുന്നു. 6.5 minutes ഒരു ലൂപ്പിംഗ് കോൺസെപ്റ്റ് ഉള്ള ഒരു പാട്ട്. ലൈക്ക് യു പ്ലേ സംതിങ് ആൻഡ് അത് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ലൈക്ക് ദാറ്റ്സ് എ സോങ്. അപ്പൊ അങ്ങനെ ഈ സോങ് ഭയങ്കര റിപ്പീറ്റേഷൻ ഉള്ള ഒരു സോങ് ആയിരുന്നു. അപ്പം ആ സോങ് വെച്ചിട്ട് നമുക്ക് ഒരു സാധനം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു ഈ വീഡിയോയുടെ കേസിൽ. അപ്പൊ ഇവര് ഷൂട്ട് ചെയ്തത് ആ പാട്ട് വെച്ചിട്ടാ, ഈ ലൈറ്റ് ഇൻ യുവർ ഐസ് വെച്ചിട്ടാ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വിഷ്വലൊക്കെ വന്ന് എന്റെ കയ്യിലോട്ട് എത്തിയപ്പോഴാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആളായിരുന്നു മൊത്തം ഈ ഷൂട്ടിന്റെ ടൈമിലും. മൊത്തത്തിൽ ഇത് എങ്ങനെയാണ്, അപ്പൊ എനിക്കിതിന്റെ പഴയ വേർഷൻ എനിക്ക് ഒരു രീതിയിലും വർക്കാവുന്നില്ല. എനിക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ വെച്ചിട്ട് വേറൊരു പാട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പല പ്ലാനും ഞാൻ പുള്ളിയുടെ വിളിച്ച് ഓരോ ദിവസം ഓരോ ഐഡിയ ആയിട്ട് വിളിക്കും. എന്റെ ഒരു പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്. പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പാട്ട് നമുക്ക് ബെറ്റർ ആക്കാം, വേണമെങ്കിൽ ഒന്ന് മലയാളം ട്രൈ ചെയ്ത് നോക്കാം. അതാണ് പ്ലാൻ ബി. പ്ലാൻ സി മൊത്തത്തിൽ കളയാം. നമുക്ക് സെയിം ടെമ്പോയില് സെയിം എഡിറ്റ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വേറെ. ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി. ഇപ്പൊ ജിത്തുവിന്റെ പടത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു എഡിറ്റ് തന്ന അതിന്റെ മുകളിൽ ഇലുമിനാറ്റോ അർമാദോ എന്തെങ്കിലും ഒരു ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്ഥിരം പാറ്റേൺ. അപ്പൊ എനിക്ക് അതിൽ വലിയ കുഴപ്പമില്ല, ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം അത് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പക്ഷെ ഞാൻ ഒന്നും കൂടെ അത് സിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഐ തോട്ട് മേ ബി ഐ ട്രൈ ദ ബി. ഒന്ന് പാട്ട് ബെറ്റർ ആക്കാം, പ്രൊഡക്ഷൻ ഒന്നും കൂടെ ബെറ്റർ ആക്കി നോക്കാം. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പത്തെ എന്റെ പണ്ടത്തെ ഒരു ഇത് വെച്ച് ഭയങ്കര ബോർ പ്രൊഡക്ഷൻ ആയിരുന്നു അത്. കേട്ട് നോക്കിയാ ഞാൻ പഴയത് കേൾപ്പിച്ചരാ പിന്നെ. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പം ഇത് ഒരു പ്ലാൻ ബിയിൽ ഇത് ആക്ച്വലി വർക്കായി തുടങ്ങി. അത് ഞാൻ വിനായകനെ വിളിച്ച് ഞാൻ പിന്നെ മറ്റേ ഇംഗ്ലീഷ് ഒക്കെ മാറ്റിയിട്ട് അതൊരു തര വെച്ച് പാടി. ദെൻ ഐ സെൻഡ് ടു വിനായക്. വിനായക് അതിന്റെ അകത്ത് ജലമൗനം എന്നൊക്കെ പറഞ്ഞ സാധനം എഴുതി തന്നൊരു മലയാളം സാധനം കിട്ടി. അങ്ങനെ ഒരു പുതിയ ട്രാക്കായി. അപ്പൊ പിന്നെ ട്രാക്കിന് പേരിടലൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും കുറച്ച് സ്റ്റക്ക് ആയി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു പാട്ട് വന്ന വഴി. അതാണ് അതിന്റെ ഒരു. അപ്പൊ മെലഡി വല്ലതും മാറ്റിയിട്ടുണ്ടോ? അതോ ഇല്ല, മെലഡി ഞാൻ ആകെ മാറ്റിയത് ഇംഗ്ലീഷില് ഡു യു സീ ദാറ്റ് ഫയർ ഐ സീ ദ ലൈറ്റ് ഇൻ യുവർ ഐസ്. അതാണ് എന്നെ. ജലമൗനം തേടും വേരുകൾ. കുറച്ചൊരു അതിന്റെ അറ്റം ടേലും തലയൊക്കെ ഒന്ന് മുടിയൊക്കെ
വെട്ടി മെയിൻ്റെനൻസും ഒക്കെയാണ് നടത്തിയത് basically. പുതിയ പ്ലംബിംഗ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് പാട്ടൊന്ന് റിഫൈൻ ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ 10 ഷോക്കേസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. 9 പാട്ട് ഇനിയുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇറക്കില്ല. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗിനിങ് എന്നൊക്കെ ബിഗിനിങ് ആണ് എന്റെ ഈ ജേർണിയുടെ, അല്ലാണ്ട് അതറിയില്ല. അണ്ടർ ആപ്പിൾ ട്രീ അവിടെ തന്നെ ഇരിക്കട്ടെ. അതിൽ പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് എടുത്തു ചെയ്തു എന്നുള്ളൂ. ചില പാട്ട് ചിലപ്പോ ഞാൻ ഇറക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു വൺ ട്രാക്ക്. അന്നെന്താ അണ്ടർ ദി ആപ്പിൾ ട്രീ എന്നൊക്കെ ഇടാൻ? അത് ഞാൻ ചുമ്മാ റാൻഡംലി ഓർക്കൂട്ടിലോ ഫേസ്ബുക്കിലെന്തോ ഞാൻ ഒരു ആൽബം ചെയ്യുന്നുണ്ട്, എനിക്ക് പേര് താ ഗൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ ആരും എനിക്ക് റാൻഡംലി തന്നൊരു പേര് അണ്ടർ ദി ആപ്പിൾ ട്രീ എന്നിട്ടോ. ഇത് ഏത് പ്രായം? ഇത് 2000 അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ 23 യുവാവായിരുന്നു. യുവാവാണ്, അത് വേറെ കാര്യം. ആക്ച്വലി 30s പക്ഷെ കുഴപ്പമില്ല. ഈ ട്രാക്ക് അപ്പം കയ്യിലോട്ട് കിട്ടുന്നു. അപ്പം ഇതിന്റെ വിഷ്വലൈസേഷന് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ, അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ? ഓക്കെ, ഇത് ഒരു മേ ബി ഒരു ലാസ്റ്റ് ഇയർ ഈ സമയം, ആ സമയത്ത് ഞാൻ ഓണൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട് അജയും ഹർഷദിന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അജയ് ജസ്റ്റ് പ്ലേ ചെയ്തത് അവിടെ അവന്റെ വീട്ടില്. അപ്പോൾ അവരെന്തോ കുറച്ച് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതെന്തോ സ്റ്റക്ക് ആയി തോന്നുന്നു ആ സമയത്തല്ലേ. നിങ്ങക്ക് വല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ട്രാക്ക് അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓൾഡ് സോങ് കേട്ടപ്പോൾ എനിക്ക് വർക്കാണ്. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓ കൊള്ളാം, നല്ലൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഒരു അക്കോസ്റ്റിക് അല്ലേ, ഇലക്ട്രോണിക് ഗിറ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വേർഷനിലാണ് കുറച്ച് ഞാൻ സിന്തൊക്കെ കയറി തന്നെ. ആദ്യം ഭയങ്കര ഒരു സ്ട്രമ്മിങ് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് തുടങ്ങിയത്. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, എന്നിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് കുട്ടപ്പനാക്കിയപ്പം ആ വേർഷനാണ്. എനിക്ക് ആ പാട്ട് അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ആ പാട്ടെടുത്ത് വീട്ടിൽ പോയി. ഓക്കെ, അല്ല അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് ഞാൻ അജയനോടും ഹർഷദിനോടും പറഞ്ഞു. പക്ഷെ അത് ഞാൻ ഇതിനനുസരിച്ച് സ്ക്രിപ്റ്റ് ആക്കിയില്ല. ആ കഥ കേട്ടപ്പോ തന്നെ അജയ് ഓക്കെ ഇത് രസമുണ്ട്, നമുക്കിത് ഇങ്ങനെ പിടിക്കാം. അപ്പൊ നിങ്ങളുടെ പഴയ ഐഡിയ പിന്നെ അവർ സ്ക്രാപ്പ് ചെയ്തു അപ്പൊ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം ട്രാക്ക് വീണ്ടും കേട്ടിട്ട് ഓക്കെ ട്രാക്കിന്റെ ഇത് മുതൽ ഇതുവരെ ഈ വിഷ്വൽ വരാം, പിന്നെ അതിന്റെ ഹൈ പോർഷൻ ആണ്, അപ്പൊ ഈ വിഷ്വൽ വരാം. അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അവർക്ക് പിറ്റേ ദിവസം തന്നെ കാണിച്ചു കൊടുത്തു. അവർക്ക് ഓക്കെ ആയി. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിത് സുഷിന് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സുഷിൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. പിന്നെ അപ്പോഴാണ് സുഷിൻ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ നമ്മള് ഒരു ഗൂഗിൾ മീറ്റില് അങ്ങനെയാണ് ഞാൻ സുഷിനെ ആദ്യമായിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു PPT ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കി, ഒരു 4-5 പേജ്. ഓക്കെ, വലിയ പ്രസന്റേഷൻ ഒന്നുമില്ല. ഞാൻ വേറെ ഏതോ ബ്രാൻഡിന്റെ പ്രസന്റേഷൻ മാറ്റി കുറച്ച് മറ്റേ പിക്ചറൊക്കെ ഇട്ട് സുഷിനെ കാണിച്ചു. ഓൺലൈൻ ഐഡിയ പറഞ്ഞപ്പോ തന്നെ സുഷിന് എനിക്ക് പുള്ളി ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഏലിയൻ ഷിപ്പ് ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് അത് തന്നെയാണ് പുള്ളി പ്രസന്റേഷനിലും കാണിച്ചിരുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു ഓറഞ്ച് ആ ഒരു ക്ലേ കളറും റസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ അതിനൊരു എസ്തെറ്റിക് കളേഴ്സും ഈ ഏലിയനും ഇതേപോലെ തന്നെ ഉള്ള ഒരു ആളെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ അതൊക്കെ കണ്ടപ്പം ആക്ച്വലി ഇത്തിരി ഒരു പുതുമ തോന്നി. മലയാളത്തില് പാലക്കാട് വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു ഏലിയൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, പിന്നെ പുള്ളിയുടെ ഒരു ജോണറും അതാണല്ലോ, ഫ്യൂച്ചർ ഫാന്റസി. അതെ, ഇപ്പം ചെറിയ ഫോക്കും സാധനമൊക്കെ ആയിട്ടുള്ള. അപ്പം അങ്ങനെ കണ്ടപ്പം നല്ലതായിരിക്കും തോന്നി. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഇൻ യുവർ ഐസ് ഉണ്ടായിരുന്നു, അത് ഈ 6 മിനിറ്റിന്റെ ട്രാക്കാ. അത് ഞാൻ ഇവരടുത്ത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത് നമുക്കിത് ചെറുതാക്കിയത് ഒരു 3.5 മിനിറ്റിന്റെ ട്രാക്കായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു 3.5 മിനിറ്റ് കട്ടും കൊടുത്ത് ഇവർ ഷൂട്ട് ചെയ്യാനൊക്കെ പോയിട്ട് ഇവർ 6 മിനിറ്റിന്റെ വിഷ്വലും കട്ട് ചെയ്തിട്ട് വന്നു. അതായത് എന്നിട്ട് എങ്ങനെ പോയാലും ഇത് 3 മിനിറ്റിലോട് കട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര ഡീറ്റെയിൽ പടം പോലെ ആയി. കഥ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, അത് പോയാൽ ഇത് മിസ്സാവും. അവസാനം ഞാൻ ഫോഴ്സ്ഫുള്ളി വീണ്ടും 6 മിനിറ്റിന്റെ ട്രാക്ക് ചെയ്യേണ്ട വന്നൊരവസ്ഥയാണ്. അതായിരുന്നു എന്റെ ഫുൾ കൺഫ്യൂഷൻ. നമ്മള് വിമലപ്പം സുഷിന് ഒരു അവസരം കൊടുത്തല്ലോ, ഈ വിഷ്വൽസ് കണ്ടപ്പോഴത്തേനും സുഷിന് വീണ്ടും അത് ബെറ്റർ ആക്കണം എന്ന് തോന്നി. അപ്പൊ വീണ്ടും ബെറ്റർ ആക്കിയ മ്യൂസിക് വിമല് കേട്ടപ്പോഴത്തേനും ഇനി ഇത് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല, ഞങ്ങളൊരു 9 മാസം ഇതിന്റെ പിന്നാലെ നടന്ന് ഇത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഇതിന് VFX ഭയങ്കര VFX ഹെവി പ്രോജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ അത്രയും കാണുന്നില്ലെങ്കിലും ഒരു 70% ഷോർട്സിലും സം ഓർ അതർ കൈൻഡ് ഓഫ് VFX നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ കുറച്ചധികം സമയം അതൊന്ന് കറക്റ്റ് ചെയ്യാൻ, ഒന്നാമത് ഞാൻ തന്നെ ഒന്നൊരു ഹാപ്പി ആവാൻ കുറച്ച് സമയം എടുക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സുഷിൻ ഈസ് ഓൾസോ വെരി പിക്കി. ആൻഡ് VFX ടീമൊക്കെ ഒന്ന് വീണ്ടും കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ആ
ടു ഗെറ്റ് ഇറ്റ് ഞാൻ റൈറ്റ്. പറഞ്ഞു ഇത് കറക്റ്റ് ആവാണ്ട് നമ്മൾ ഇറക്കുന്നില്ല എന്നുള്ള ഇറക്കുന്നില്ല. ഞാൻ ഉറപ്പിച്ചായിരുന്നു. Okay. കാരണം ആ, എനിക്കിതിപ്പോ സിനിമ പോലെ വെള്ളിയാഴ്ച ഇറക്കണം Time എന്നുള്ള constraint ഇല്ല. നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറക്കാം. അതിന് വേണ്ടിട്ട് നമ്മൾ മാക്സിമം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന് ടൈം എടുത്ത് ഈവൻ പാട്ടും ആവണ്ടേ. ഇവര് VFX പണിയുമ്പോ ഞാനും പാട്ട് ചെയ്തോണ്ടിരിക്കുക സൈഡിൽ ഇരുന്നിട്ട്. ഇത് പാട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. നടുക്കത്തെ പോർഷൻ ഒക്കെ ഉണ്ടല്ലോ ആ യൂക്കലില്, അതൊക്കെ ഇപ്പൊ വന്ന സാധനമാണ്. ലൈക്ക് അത് ആദ്യം ഉണ്ടായിരുന്നില്ല. ആ പോർഷന് നടുക്കത്തെ ഇലക്ട്രോണിക് പീസ് മൊത്തം പുതിയൊരു സെക്ഷനാ. അപ്പൊ അത് ഞാൻ വിഷ്വൽ വെച്ചിട്ട് ചെയ്തതാ. കാരണം എനിക്ക് ആ പോർഷൻ എത്തുമ്പോൾ പഴയ ട്രാക്കിൽ ഭയങ്കര ബോറടി ആയിരുന്നു. ബോറടിച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ പോർഷൻ മൊത്തം അങ്ങ് കളഞ്ഞിട്ട് പുതിയൊരു ഏരിയ കൊണ്ടുവന്ന് എന്നിട്ട് പഴയ ഏരിയയിലോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ മെർജ് ചെയ്ത് വന്നത്. അതിലൊരു ഷോട്ട് ഉണ്ട് മറ്റേ തോളത്ത് കൈയിടുന്ന ആ ഒരു പോർഷന്, അതൊക്കെ ഇപ്പം ചെയ്തായിരിക്കും അല്ലേ? അല്ല അത് ആ മൊമെന്റ് ആദ്യം ഉണ്ടായിരുന്നു. അതാദ്യം അതൊക്കെ നമ്മൾ ഇനീഷ്യലി തന്നെ സ്ക്രിപ്റ്റിൽ തീരുമാനിച്ചു. ഈ പോർഷനിൽ ഇവൻ തോളത്ത് കൈയിടും. സുഷിന്റെയും കൂടി ഒരു ഇൻപുട്ട് എടുത്തിട്ട് അന്ന് ചെയ്താണ്. ഐ മീൻ വിഷ്വലും അതിന്റെ ഫ്ലോ ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ്. ട്യൂണൊന്ന് സുഷിന് അവസാനം ട്യൂണും സെയിം ആണ്, അതിന്റെ പ്രൊഡക്ഷൻ ഒന്ന് മാറ്റിയെന്നുള്ളൂ. ഐ മീൻ കുറച്ചും കൂടി ഒരു ന്യൂ ആക്കി ഇപ്പോഴത്തെ ഒരു സൗണ്ടിങ്ങിലേക്ക് ഒന്ന് മാറ്റിയെന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ മലയാളത്തിലോട്ടാക്കി, അതാണ് മെയിൻ ഡിഫറൻസ്. മലയാളത്തിലോട്ടാക്കി എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ്. ഞാനൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഒരുപാട് കേട്ടിട്ട് എനിക്ക് അവിടെ നിന്ന് വേറൊരു സാധനം കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് പോലായിരുന്നു. ഇറ്റ് ടുക്ക് മീ ഇവരൊക്കെ കൺവിൻസ് ചെയ്തെടുക്കാൻ തന്നെയായിരുന്നു എനിക്ക് പണി. സുഷിന് എന്നെയൊക്കെ കൺവിൻസ് ചെയ്യാനാണ്. സോ ഇത് ഇംഗ്ലീഷല്ല മലയാളമാണ് നല്ലത് എന്നുള്ളത് കുറച്ച് പണിയാണ്. ഞാനത് ഒരുപാട് കേട്ടിട്ട് പിന്നെ എനിക്കത് പുറത്തുനിന്ന് ചിന്തിക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ കേട്ട് കഴിഞ്ഞപ്പോ ഓക്കെ. ഫോർ എക്സാമ്പിൾ ജലമൗനം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ. ജലമൗനം ഭയങ്കര ഹെവി ആണോ എന്നൊക്കെയുള്ളൊരു ടൈപ്പ് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിനായക് ഭയങ്കര ലൈറ്റ്, വിനായകന്റെ സ്ഥിരം പരിപാടിയാ. അടുത്തൊരു ഭയങ്കര ലൈറ്റ് സാധനം എഴുതി തരും. അപ്പൊ നമുക്ക് ഭയങ്കര ലൈറ്റ് ആയി പോയെന്ന് പറയും. അപ്പൊ നമുക്ക് ജലമൗനം തന്നെ വെക്കാം. അതാണ് വിനായകന്റെ ഐഡിയ. അത് അതേപോലെ തന്നെ നടക്കും. അതേപോലെ തന്നെ ഇതിലും നടന്നു. ജലമൗനം അവസാനം നമ്മൾ തിരിച്ച് കൊണ്ടുവന്നു ഫിക്സ് ആയി. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കൊളാബറേഷൻ ആയിരുന്നു. ഒരു പാട്ട് എനിക്ക് കിട്ടുന്നു, പിന്നെ ഞാൻ അതിന് എന്റെ രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ സുഷിന് കൊടുക്കുന്നു, സുഷിൻ വേറെ രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആൻഡ് വി ഡോണ്ട് ഹാവ് എ ടൈം ലൈൻ ആസ് സച്ച്. നമുക്ക് ആ ഫൺ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഒരു ഫിലിം ആണെങ്കിൽ യു വാണ്ട് ടു റിലീസ് ടുമോറോ, നാളെ അല്ലെ ഇപ്പൊ ബ്രാൻഡ് ആണെങ്കിൽ ഓ മൈ ഗോഡ് ഇത് ഇപ്പൊ ഇറക്കണം. ഡെഡ്ലൈൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇതിലങ്ങനെ ഡെഡ് ലൈൻസ് ഒന്നുമില്ല. പിന്നെ സുഷിൻ തന്നെയാണ് പ്രൊഡ്യൂസർ. സോ പ്രത്യേകം ഹർഷത്തൊക്കെ പറയാൻ പറഞ്ഞതാണ്. വിശാല മനസ്കനായ പ്രൊഡ്യൂസർ ആയിരുന്നു. വിശാല ഒട്ടുമല്ല. അതിന് നമ്മുടെ അത്ര വിശാല മനസ്സൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് പ്രൊഡക്റ്റ് നന്നാവാൻ വേണ്ടിട്ട് ഞാൻ മാക്സിമം അതിലോട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് CG നമ്മള് ബോംബെയില് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഏലിയൻ ഫേസ് നമ്മൾ ഫുള്ളൊന്ന് സ്കൾപ്റ്റ് ചെയ്ത്, ഐ മീൻ ഈച്ച് ഫ്രെയിം നമ്മൾ പെയിന്റ് ചെയ്ത് മാറ്റിച്ചു. സ്വയം അല്ല, ഞാനല്ല, വേറെ അവിടുത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രൈം ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന. സോ അവരെ കൊണ്ട് അത് ഫൈനൽ ഈവൻ VFXും ഗ്രേഡും കഴിഞ്ഞിട്ടും നമ്മളത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം. ഫൈനലി ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഇപ്പൊ സുഷിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഷിന് ഇത് കാണിക്കാൻ ഒരു വർക്ക് ഫ്ലോ ഇല്ല. ഇങ്ങനത്തെ ഒരു സാധനം വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം, അങ്ങനെ ഇല്ലല്ലോ. ഇത് നമ്മള് ട്രൈ ചെയ്ത് നോക്കുന്നതാണല്ലോ അത് ഇങ്ങനത്തെ ഒരു പരിപാടി. അപ്പോ സുഷിനും ഞാൻ പറയുമ്പോ ഓക്കെ VFX കഴിഞ്ഞ് ഇത് ചെയ്യാം, ഒരു ഗ്രേഡ് കഴിഞ്ഞിട്ട് ആണ് നമുക്കൊരു ഓൺലൈൻ ആർട്ടിസ്റ്റ് വഴി ഇത് ചെയ്യാന്ന് പറയുമ്പോൾ അൺലെസ് അതർവൈസ് അത് കാണാതെ ആർക്കും മനസ്സിലാവില്ല. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ ആണ്. നൗ വി ഹാവ് എ പ്രോസസ് ഇൻ പ്ലേസ്. ട്രയൽ ആൻഡ് എറർ തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങള് വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ. ആരെങ്കിലും ജമ്പിൻ ചെയ്യണ്ടേ, ഒരു ഇത്തിരി റിസ്ക് എടുത്ത് ജമ്പിൻ ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അങ്ങനെയാണെങ്കിൽ പിക്ചറൈസേഷനിൽ ഒരു ഡൗട്ടാണ്. ഇതിലെ മെയിൻ ലീഡ്സ് എന്ന് പറയുന്നത് 2 പിള്ളേരാണല്ലോ. അതിലും നായകനായ പയ്യന് ബ്ലൂ എയർ സ്റ്റൈലാണ്. ഏലിയൻ കിഡൻ ആണെങ്കിലും ഒരു വെറൈറ്റി ഏലിയൻ ആണ്. എനിക്ക് ആദ്യം കണ്ടപ്പോ ഒരു വിഷന്റെ ഒരു സ്റ്റൈലൊക്കെ തോന്നി, ഇങ്ങനെ കറക്റ്റ് തിരുനെറ്റിയില് ഒരു പാടും ഇതൊക്കെ വെച്ചിട്ട്. അപ്പം ആ ഒരു ബോയ്സിന്റെ കിഡ്സിന് ഇങ്ങനെ വേണം എന്നൊരു തീരുമാനം എങ്ങനെ വന്നേ? അത് ഇനീഷ്യലി നമ്മളിപ്പോ ഞാൻ ഈ കഥ ഉണ്ടാക്കുമ്പോ സ്റ്റോറി ഉണ്ടാക്കുമ്പോ ഏറ്റവും തന്നെ ഒരു ഫാമിലി വീട് അന്വേഷിച്ച്
ഒരു 90s ഒരു കാറിൽ വരുന്നു. അപ്പൊ തന്നെ ഞാൻ സുഷിനോട് പറഞ്ഞു, പയ്യന് ബ്ലൂ കളർ ഹെയർ ആണ്, ഡോണ്ട് ആസ്ക് മീ വൈ, പയ്യന് ബ്ലൂ കളർ ഹെയർ ആണ്. ഓക്കെ, അതിപ്പോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇലസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കില്ല. ഇലസ്ട്രേഷനിൽ ഞാൻ അവിടെ ബ്ലൂ കളർ ഹെയർ ഇടും, എന്നിട്ട് ലെറ്റ് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യട്ടെ എന്താണ്. സോ ദിസ് ഈസ് ഈസി ഫോർ മീ, അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും. പിന്നെ ഇത് മ്യൂസിക് വീഡിയോ ആണ്, it has that bit of mystery into it. How 90s എങ്ങനെ ഒരു ആൾക്ക് ഒരു ബ്ലൂ കളർ ഹെയർ ഉണ്ടാവും. അപ്പോ അത് ഞങ്ങൾ ഇനീഷ്യലി തന്നെ തീരുമാനിച്ചു. അപ്പൊ സുഷിനാഥ് വർക്കായി ഇനീഷ്യലി. ദെൻ ഏലിയനും ഇനീഷ്യലി തന്നെ ഞാനൊരു ഇനീഷ്യൽ പ്രസന്റേഷൻ കൊടുത്തപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ഇൻസ്പയർഡ് ഏലിയൻ ആയിരിക്കണം. ദാറ്റ് വാസ് ഷുവർ. ഐ മീൻ സുഷിൻ വാസ് ഓൾസോ എന്താ പറയാ 100% ഷുവർ ആയിരുന്നു. നമുക്കൊരു മെയിൻ സ്ട്രീം ഏലിയൻ വേണ്ട. ഐ മീൻ ഹോളിവുഡ് അവിടുന്ന് ഭയങ്കരമായി ഇൻസ്പയർഡ് ആയ ഒരു ക്യാരക്ടർ അല്ല വേണ്ട, ഇവിടുന്ന് ഇവോൾവ് ചെയ്ത ഒരു സാധനമാണ്. പിന്നെ എന്റെ ടൈപ്പ് ഓഫ് വർക്കും ഇങ്ങനത്തെ ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഫോക്കും സൈഫയും മിക്സ് ആയ ഇലസ്ട്രേഷൻസ് ആണ്. അപ്പൊ അതിന്നൊരു ഇൻസ്പയർഡ് ആയ ഒരു ഏലിയൻ ആണ് വേണ്ട. ഇപ്പൊ ഡ്രസ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജാപ്പനീസ്, അതിന്റെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിത്തിങ് ബട്ട് ഇത് ഇന്ത്യയിൽ നിന്ന്, ഐ മീൻ കേരളത്തിൽ നിന്ന് ഒരാൾ ഇമാജിൻ ചെയ്ത ഏലിയൻ ആയിരിക്കണം. പുറത്തുനിന്നുള്ള ഒരു സാധനം ഇവിടെ പ്ലേസ് ചെയ്യരുത്. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് നേറ്റിവിറ്റി വേണം എന്നുള്ളത് അതൊരു ഇനീഷ്യൽ തീരുമാനം തന്നെയായിരുന്നു. ഭയങ്കര കോൺഷ്യസ് ഡിസിഷൻ ആണ്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് വേറെ ഇങ്ങനെ പറയും, ഐ മീൻ ഇതെന്നാണെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വാട്ട് വി ഓൾ വാണ്ടഡ്, റൈറ്റ്? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഡിസ്കഷൻ ഓപ്പൺ ആക്കണം ഈ ഒരു ക്യാരക്ടേഴ്സിനെ. യെസ്. അപ്പൊ ഏലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്നത് ആരും കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ ഒരു ഇൻവേഷൻ നടത്തും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോ വൈ നോട്ട്? ഐ മീൻ ഇങ്ങനത്തെ ഒരു പരിപാടി എന്തുകൊണ്ട് വർക്കാവില്ല? അടിപൊളി. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ക്യൂരിയോസിറ്റി കാരണമാണ് ചോദിച്ചത്. അപ്പം അതിലൊരു ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുകയാണ് എ പീസ് ഓഫ് ഊ ഹയാം. എന്താണ് റേ? വാട്ട് ഡസ് റേ മീൻ ടു യു? അങ്ങനെയൊന്നുമില്ല, പക്ഷെ അതിലൊരു പേഴ്സണൽ ടച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ ഒരു ഒറ്റ സെന്റൻസിൽ മാത്രം. അതിന്റെ മെയിൻ സാധനം there's nobody telling me what to do basically. ഇപ്പൊ നമ്മുടെ സിനിമയിലാണെങ്കിലും ഒബ്വിയസ്ലി അതിലൊരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. ലൈക്ക് മേ ബി ദ ഡയറക്ടേഴ്സ് ഗിവിംഗ് യു ആ ഐഡിയ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോണർ, അല്ലെങ്കിൽ ഇതാണ് ലവ് ആണ്, നമുക്ക് ലവ് ട്രാക്ക് ആണ് വേണ്ടത്, അല്ല അമ്മ പാട്ടാണ് വേണ്ടത്. somebody giving you ideas. ഇതിന്റെ കേസിൽ ലൈക്ക് I took that decision, ലൈക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സിനിമയിലൊരു പാട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റേല് കിടക്കുന്ന ആ നടുക്കത്തെ ഒരു മ്യൂസിക് ഇന്റർലൂഡ് അത്ര സ്പേസിൽ ഞാൻ വെക്കില്ല. ബിക്കോസ് ഐ നോ ലൈക്ക് പീപ്പിളിൽ ചിലപ്പം ആ ഒരു ഇത് മാറുമോ, ലൈക്ക് ആ ശ്രദ്ധ പോയിട്ട് അടുത്ത റീലോട്ട് പോവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം ഐ ട്രൈ ടു മേക്ക് ഇറ്റ് മോർ എൻഗേജിങ്. പക്ഷെ ഇതില് ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഫ്രീഡം എന്നുള്ളൊരു സാധനം ഉണ്ട്. എനിക്ക് ചിലപ്പം ഞാൻ സിനിമയിൽ എന്തായാലും അത് ചെയ്യുന്നുണ്ട്, അപ്പം സിനിമയിൽ ചെയ്യാത്ത എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അങ്ങനത്തെ കുറച്ച് സാധനം എനിക്ക് തോന്നിയായിരുന്നു വർക്ക് ചെയ്തപ്പോ. ലൈക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് സൈഡ്. അങ്ങനെ ഇതെനിക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലാണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു ഹുക്ക് ഒരു ലൈനൊന്നും ഇല്ല റേല്. അങ്ങനെ ഒരു മറ്റെല്ലാവർക്കും മൂളി പാടി നടക്കാൻ പറ്റുന്ന ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന പോലത്തെയോ, അല്ലെങ്കിൽ എനി സോങ് എന്റെ ഏത് പാട്ട് എടുത്ത് നോക്കിയാലും ചെറിയൊരു ഹുക്ക് ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ സിനിമയില്. ഇതില് കുറച്ചും കൂടെ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കുറച്ചും കൂടെ ഒരു ഇൻഡി സ്പേസിൽ അത് നിൽക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നി. സോ ഇറ്റ്സ് മോർ ലൈക്ക് എനിക്കെന്താണ് പറയാൻ തോന്നുന്നത് എന്നുള്ളതിന്റെ ഒരു പേഴ്സണൽ സാധനം അതിലിരിപ്പുണ്ട്. ഇറ്റ്സ് മോസ്റ്റ്ലി എന്റെ ഒരു തലേന്ന് വരുന്ന ഒരു തോട്ട്. ഇതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രോമോയും കൂടെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി ഇലക്ട്രോണിക് അക്കോസ്റ്റിക് വർക്ക്. എന്നിട്ട് ഒരുപാട് റീടേക്ക് എടുത്ത എത്ര ഞാൻ, കാരണം ഇവരെല്ലാവരുടെ അടുത്ത് എന്റെ അടുത്ത് മറ്റേ എന്തെങ്കിലും റീല് ഇട്ടാലേ നമുക്കിത് ഒന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് മറ്റേ ക്യാമറ ഇതേപോലെ ഓരോ മൈക്കും സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഒരു ബ്ലോഗർ ആവാന്നുള്ള മോഡിലോട്ട്. അപ്പൊ എനിക്ക് ഈ പരിപാടി ഇതുവരെ ചെയ്യാത്തോണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും ഇതൊന്നും എനിക്ക് പ്രൊമോട്ട് ചെയ്യണം. കാരണം വി ഡോണ്ട് ഹാവ് റെക്കോർഡ് ലേബിൾ, ബാക്കപ്പ് ഒന്നും ഇല്ല. വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ എല്ലാ പരിപാടിയും സ്വന്തമായിട്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഹായ് ഗൈസ് അത് ഇത്, അപ്പം ഞാൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തത് ബിക്കോസ് ഐ ഗോട്ട് ലോട്ട് ഓഫ് ഹൈ. കാരണം എന്താ ആദ്യം പറയണ്ടെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് ഒരു സാധനം അയച്ചു കൊടുത്തു, ഇത് മതി നമുക്കിത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്താ. പാർട്ണർ പറയുന്നുണ്ട് ഹൈ ഒന്നും വേണ്ട, ചുമ്മാ ഉത്തരം കാണുന്നുണ്ട് ഫുൾ ടൈം. ഞാൻ എത്ര ഹൈ പറയുന്നുണ്ട്, അപ്പൊ മതി കാര്യം പറയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ എനിക്ക് അതിന്റെ അകത്തൊരു ഐഡിയ കിട്ടി, ഇങ്ങനെ ഒരു എഡിറ്റ് ചിലപ്പോ എഡിറ്ററുമായി എന്തൊക്കെയാ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറുക. ആക്ച്വലി അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. കാരണം
ലൈക്ക് ട്രൈങ് സംതിങ് ന്യൂ. മ്യൂസിക് അല്ലാതെ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇത് ചുമ്മാ ഇൻസ്റ്റാഗ്രാം റീലാണെങ്കിലും ലൈക്ക് പുട്ടിങ് ദാറ്റ് തോട്ട് ഓഫ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാന്നുള്ള സാധനമൊക്കെ, അത് പുതിയ പുതിയ പരിപാടി ട്രൈ ചെയ്യുന്നതിന്റെ ഒരു ബ്ലങ്ങി ഉണ്ടായിരുന്നു അതിൽ. ഞാൻ ആക്ച്വലി വിചാരിച്ചു വേറെ എഡിറ്റർ ഫ്രണ്ട്സിന് കൊടുത്തിട്ടാണ്, ഇല്ല. കാരണം ഹായ് അത് ഒരു വിഷൻ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് പറ്റുന്നത്. ആക്ച്വലി ഒരു എഡിറ്റർ ബുദ്ധി ഉണ്ടെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഇരിക്കട്ടെ, ഇനി നമുക്ക് ഭാവിയിൽ വേണേ എഡിറ്ററായിട്ട് കാണാമല്ലോ. എന്തോ പിന്നെ ബേസിക്കലി മ്യൂസിക്കും ഒരു എഡിറ്റിംഗ് എഡിറ്റിംഗ് ആണത്. ഇതാണ്. ലൈക്ക് ഇപ്പം സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് എന്താണ്, പ്രോപ്പർ എഡിറ്റിംഗ് ആണ് ഇത് മൊത്തം. അപ്പം എഡിറ്റിംഗ് ഇല്ലാതെ ആ ടെമ്പോ വേണമല്ലോ എല്ലാവർക്കും. ആ ടെമ്പോയിലാണ് മൊത്തം ജീവിതം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് വിമലിന്റെ ഒരു പേഴ്സണൽ ടച്ച് പറയുന്നത് ഇൻ യുവർ മേക്കിംഗ് സ്റ്റൈൽ ആസ് വെൽ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫാന്റസി ഇൻവോൾവ് ചെയ്യുന്ന, സൈഫൈ ഇൻവോൾവ് ചെയ്ത്, പക്ഷെ ആ ഒരു എക്സ്ട്രീം പോയാലും മറ്റൊരു എക്സ്ട്രീം നമ്മുടെ ഭയങ്കര റൂറൽ ആയിട്ടുള്ള നമ്മുടെ കൾച്ചർ കാണിക്കുന്ന വർക്ക്സ് ആണ് വിമൽ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം ഈ രണ്ട് പോളാർ എക്സ്ട്രീംസ് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിക് വർക്കിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്? ടഫാണോ, പാസ്സാണോ? സിമ്പിൾ ആയിട്ട് വരച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ എക്സ്പ്ലോർ ചെയ്തൊരു കോവിഡ് ടൈം 2021 ടൈമിലാണ്. അന്ന് എല്ലാവരും സ്റ്റക്ക് അറ്റ് ഹോം. ഞാനും കുറെ കാലത്തിന് ശേഷം കേരളത്തിൽ വരികയായിരുന്നു. അപ്പോഴാണ് ഈ NFT ഒക്കെ ബ്ലൂം. അപ്പൊ നമുക്ക് ഡിജിറ്റൽ ആർട്ടിൽ എന്തെങ്കിലും ന്യൂ പരിപാടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഈ ഞാൻ കുറെ കാലത്തിന് ശേഷം കേരളത്തിൽ വരുന്നതാണ്. കുറച്ച് എന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 1 year നമ്മളെല്ലാവരും ഇവിടെ വന്നു നിന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ ഐഡിയ ആ സമയത്താണ് ഞാൻ ഇത് വർക്ക്ഔട്ട് ചെയ്തത്. കോൾഡ് ഫോക്ക് സൈഫൈ, ഫോക്ക് സയൻസ് ഫിക്ഷൻ. അപ്പോ എനിക്ക് പേഴ്സണലി എപ്പോഴും കേരളത്തിന്റെ ഒരു ഫോക്ക് പരിപാടികളൊക്കെ കാണുമ്പോൾ ഇതൊരു സൈഫൈ സീൻ പോലെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഓരോ തെയ്യൊക്കെ കാണുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര ഒരു ഡ്യൂണിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു പരിപാടിയുള്ള സാധനമല്ലേ. അപ്പോ വൈ നോട്ട് അതും ഇതും കൂടി മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരിക്കും. ഒന്നാമത് എന്റെ കൾച്ചറാണ്, ഞാൻ സ്ഥിരം കണ്ടു വളർന്നതാണ്. മറ്റത് ഞാനൊരു എന്താ പറയാ, ചെറിയ കുട്ടിയായിരുന്ന മുതൽ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കോമിക്സിലും ഇതിലൊക്കെ ഭയങ്കരമായിട്ട് കാണാം. മോസ്റ്റ്ലി സയൻസ് ഫിക്ഷൻ ഈസ് വെസ്റ്റ്ന്ന് ഇവോൾവ് ചെയ്തൊരു കാര്യമാണ്. നമുക്കിവിടെ കോമിക്സും പരിപാടികളായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ മൂവീസ്, ET അതേപോലത്തെ മൂവീസ് ഒക്കെ കണ്ടിട്ട്, അപ്പോൾ പിന്നെ ഇതിന്റെ ഇപ്പോ ആഫ്റ്റർ ഇന്റർനെറ്റ് കെയിം ദിസ് ഓൾ കെയിം ടുഗദർ. വേൾഡ് മൊത്തത്തിലൊന്ന് കംപ്രസ്ഡ് ആയ പോലെ. അപ്പൊ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു കൊളൈഡ് 2 different വേൾഡ്സ്. രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരിക്കും. അങ്ങനെ ആരും ആ സമയത്തൊന്നും അധികാരം വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. അത്രയും AI നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് 2021, യു ഹാവ് ടു ഡ്രോ ഇറ്റ്. അങ്ങനെ ഞാനതും കൂടി ഏറ്റവും ആദ്യം വർക്ക് ചെയ്ത ഒരു കുതിരവേല കാണുന്ന ഒരു പയ്യൻ, തനു, മറ്റേ എൻ്റെ നെഫ്യൂ, കാണുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അവൻ പൂരത്തിന് പോയപ്പോഴാണ് ഞാൻ അവനെ നോട്ടീസ് ചെയ്തത്. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ കുതിരവേല കാണുന്നത്. അപ്പൊ ഞാൻ അതിനൊന്ന് റീഇന്റർപ്രറ്റ് ചെയ്തു. കുതിരവേല ഈ ക്യാരക്ടർ വലിയൊരു സ്പേസ് ഷിപ്പ് പോലെ ഇവൻ ഇങ്ങനെ സൈക്കിളും ഇരുന്ന് കാണുന്ന അറൈവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ആ പിക്ചർ ആയിരുന്നു ഇട്ട്. പിന്നെ അത് ഗ്രാജുവലി ഞാനത് എക്സ്പ്ലോർ ചെയ്ത് ചെറുതായിട്ട് അത് അങ്ങനെ ചെറിയ കൊളാബറേഷനിലും ബ്രാൻഡ് കൊളാബറേഷനിലും ഒക്കെ അത് വന്നു. പിന്നെ അജയുടെ കൂടെ കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ അത് അതിന്റെ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ് ഈ വർക്ക് റേ. അപ്പോ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോ സുഷിന ആയോണ്ടാണ് ഇപ്പൊ ഞാനിത് വേറൊരു ട്രഡീഷണൽ പ്രൊഡ്യൂസറോട് പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. സുഷിന എനിക്ക് അത്ര പ്രശ്നമല്ല. അറ്റ് ദ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഷിന. ഭയങ്കര എനിക്ക് വൺ ടൈം ഞാൻ ജസ്റ്റ് ആ PPT എന്തോ ചെയ്ത് കാണിച്ചപ്പോ തന്നെ സുഷിൻ ഈസ് ഇൻ. സുഷിൻ ഹാസ് ദാറ്റ് ക്യൂരിയോസിറ്റി ടു വാട്ട് ഇറ്റ്. അല്ലെങ്കിൽ അത്രയും കുറച്ച് ഇമാജിൻ ചെയ്യണം. കാരണം എനിക്ക് റെഫറൻസ് ഇല്ല കാണിക്കാൻ. ഞാനിപ്പോ ഹോളിവുഡ് റെഫറൻസ് എനിക്ക് സുഷിനെ കാണിക്കാനല്ലേ. ഹോളിവുഡ് റെഫറൻസ് കാണിച്ചിട്ട് ഇതേപോലെ അല്ല സുഷിനോട് പറയാറ്. ഇതേപോലെ ആയിരിക്കില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര സ്ട്രോങ് നേറ്റിവിറ്റിയിൽ എനിക്ക് പിടിക്കണം. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരാൾ കണ്ടാൽ ഇതൊരു ഹൈ സൈഫൈ ഫിലിം കാണുന്ന പോലെ തോന്നരുത്. ഇത് നാട്ടിലുള്ള ഒരു സാധാരണ ഒരു ഫിലിം കാണുന്ന പോലെ തോന്നണം. ബട്ട് വി യൂസ് ദിസ് റൂട്ടഡ് എലമെന്റ്സ് ഒക്കെ. അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരുന്നു മൊത്തത്തിൽ. അതൊരു കോൺഷ്യസ് അപ്രോച്ച് തന്നെയായിരുന്നു.